എന്റെ എന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, എന്റെ ഈ മനസ്സിൽ നിന്നും നിങ്ങളെ ഞാൻ തൂത്തറിയ. ഈ അമ്മയും മകനും ബന്ധം ഇവിടം കൊണ്ട് അവസാനിക്കുക. സമയം ഒരുപാടായി. ആനന്ദേട്ടൻ കിടക്കുന്നില്ലേ? എനിക്കറിയാം, ഞാൻ ഫംഗ്ഷൻ ചെയ്തൊന്നും ആനന്ദേട്ടന് ഇഷ്ടമായിട്ടില്ല. ഞാൻ നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ. കുടുംബം തകരാതിരിക്കും, അതിനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെ, അതിനു വേണ്ടി തന്നെയാ. ഒരു അമ്മയ്ക്ക് അത് മനസ്സിലാവും. അമ്മയ്ക്ക് മനസ്സിലാവും, പിന്നെ അച്ഛനെന്താ ഒന്നും മനസ്സിലാവാത്ത ആളാ? ആണോ? പറ. താൻ എന്താ കരുതിയത് ആനന്ദ് ഓർമ്മ ഒരു വിഡ്ഢിയാണെന്ന്, കുടുംബത്തിൽ നടക്കുന്ന ഒന്നും മനസ്സിലാകാത്ത ഒരാളാണെന്ന്? എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? വാസു, ഫംഗ്ഷൻ എന്ത് ഡ്രാമയാണ് കാണിച്ചത്? ഒരമ്മ ഇതാണോ ചെയ്യേണ്ടത്? പിന്നെ അരുണിന്റെ അശ്വതിയുടെയും കാര്യം അതെനിക്കെല്ലാം അറിയാമായിരുന്നു. പ്രതികരിക്കാതിരുന്നത് എൻ്റെ മകൻ്റെ, എൻ്റെ അരുണിന്റെ ജീവിതം നഷ്ടമാകാതിരിക്കാനാ. മുന്നേ താൻ അരുണിന്റെ ജീവിതത്തിൽ നിന്ന് അശ്വതി ഒഴിവാക്കി. പക്ഷെ ആ കാര്യം അറിയാൻ ഞാൻ അല്പം വൈകി. ഇപ്പോ ഒരു മോനെ രക്ഷിക്കാൻ വേണ്ടി താൻ മറ്റൊരു മോനെ അറിഞ്ഞുകൊണ്ട് ഒറ്റുകൊടുക്കേ. അരുണും അശ്വതി അങ്ങനെ ഒരു ഇഷ്ടത്തിലായിരുന്നെങ്കിൽ അതൊരു തെറ്റാണ്. ഒരുപക്ഷെ തെറ്റാണെന്ന് ഇരിക്കട്ടെ, അതിന് അശ്വതി മാത്രം താനിങ്ങനെ ദ്രോഹിക്കുന്നതിനാ? നമ്മുടെ മോനെ അതിന് ഉത്തരവാദിയല്ലേ? ശ്യാമയ്ക്ക് അശ്വതിയുമായി അടുപ്പം ഉണ്ടാവാം, പക്ഷെ താൻ വിശ്വസിക്കുന്ന പോലെ അങ്ങനെ അരുണിന്റെ കുടുംബം തകർക്കാനായിരുന്നെങ്കിൽ നീ ശ്യാമയ്ക്ക് അതാകാമായിരുന്നു. എന്താ താൻ അതോർക്കാത്തെ? അല്ലെങ്കിൽ തന്നെ ഈ കുടുംബം തകർത്തിട്ട് ശ്യാമയ്ക്ക് എന്ത് നേടാനാണ്? അത് പറ. ഇത് ശ്യാമയോടുള്ള ദ്രോഹം മാത്രമാണ്, അല്ലല്ലോ? താൻ അത്രമാത്രം സ്നേഹിക്കുന്ന, തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ അജിയെ താൻ വല്ലാതെ വേദനിപ്പിച്ചില്ലേ? ഒരു മകന് വേണ്ടി മറ്റൊരു മകനെ ബലി കൊടുക്കുക, അതാ താനിപ്പോ ചെയ്യുന്നത്.